ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ദൈവം താങ്കളുടെ സ്ഥിതിയെ മാറ്റും. ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിനെ ചെങ്കടൽ കടത്തിയ ദൈവം, ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ്റെ വടിയെ തണുപ്പിച്ച ദൈവം. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവത്തിനൊരു നിമിഷം മതി. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരു നാൾ കൈവിട്ടിട്ടില്ല. ആരൊക്കെ അവഗണിച്ചാലും ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ നാം ആഗ്രഹിച്ച തുറമുഖത്ത് കർത്താവ് നമ്മെ എത്തിക്കുവാനിടയാകും. ശത്രു പല പ്രാവശ്യം താങ്കളെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെയെല്ലാം താങ്കൾ രക്ഷപ്പെട്ടത് താങ്കൾ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ദൈവം താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നാം പലപ്പോഴും ദൈവത്തെ വിട്ട് അകന്നിട്ടും ദൈവം നമ്മെ വിട്ട് അകന്നില്ല എന്നുള്ളതാണ്. നാം ദൈവത്തിന് നൽകിയ വാക്ക് നാം മറന്നുപോകും. എന്നാൽ ദൈവം നൽകിയ വാക്ക് ദൈവം ഒരിക്കലും മറക്കാതെ തക്ക സമയത്ത് വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കാനിടയാകും. നമ്മുടെ സ്ഥിതിയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും വചനം ശ്രവിക്കുന്ന താങ്കളെ തള്ളിക്കളയാത്ത ദൈവമാണ് യേശു. താങ്കൾ കഴിവ് കെട്ടവനാണെന്ന് വിധിച്ചവരുടെ മുന്നിൽ താങ്കളെ വലിയവനാക്കി ഉയർത്തി, ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ ദൈവം താങ്കളെ ഉയർത്തി മാനിപ്പാനിടയാകും. എന്നും താങ്കളുടെ തല താഴ്ന്നിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം താങ്കളുടെ തലയെ ഉയർത്തുമ്പോൾ താങ്കൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ ഉയർത്തി ദൈവം മാനിക്കും. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവം പ്രവർത്തിപ്പാനിടയാകും. ഇവിടെയെല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കുവാനിടയാകും. നഷ്ടങ്ങളിലും ദൈവ പദ്ധതിയിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ താങ്കളുടെ നഷ്ടങ്ങളെ നേട്ടങ്ങളാക്കി കർത്താവ് മാറ്റും. ഓർക്കണം, താങ്കളും താങ്കളുടെ ഭവനത്തെയും താങ്കളുടെ തലമുറയെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവം താങ്കൾക്കായി അത്ഭുത വഴി തുറന്നു. താങ്കൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി നൽകിക്കൊണ്ടേയിരിക്കുന്നു. 23-ാം സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്ന് ഭക്തനായ ദാവീദ് വിളിച്ചു പറയുന്നു. പ്രാർത്ഥിക്കുന്ന നാം ബലഹീനനാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് സർവശക്തനാണ്. ആകയാൽ പതറരുത്, പിന്നോട്ട് പോകരുത്. താങ്കൾക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വച്ചിട്ടുണ്ട്. മാറ്റിക്കെട്ടിയ കഴുതയെ രാജകീയ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത ദൈവം മാറ്റി നിർത്തുന്നവർക്ക് മുന്നിലും താങ്കളെ തിരഞ്ഞെടുക്കുവാനിടയാകും. യെരമ്യാ പ്രവചന പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് വീണു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വേണ്ടി താങ്കളുടെ ചിന്തകൾക്കപ്പുറമായി ദൈവം പ്രവർത്തിക്കും. 55-ാം സങ്കീർത്തന പുസ്തകം 17-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, യേശുവിൻ്റെ ഒരു വാക്കു മതി വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതം മാറുവാൻ. വചനത്തെ വിശ്വസിച്ച് താങ്കൾ പറയുന്ന വാക്കുപോലെ സംഭവിക്കും. വചനത്തെ മുറുകെ പിടിക്കുന്നവൻ അത്ഭുതങ്ങളെ കാണും. താങ്കളുടെ പ്രതികൂലത്തെ അതിജീവിക്കുവാൻ യേശുവിൻ്റെ ഒറ്റ വാക്കു മതി. 116-ാം സങ്കീർത്തന പുസ്തകം 1-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്ന്. വചനം ശ്രവിക്കുന്ന താങ്കൾ ഒറ്റയ്ക്കാണെന്ന് കരുതുമ്പോൾ, കൂടെ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഭാരപ്പെടേണ്ട. കർത്താവ് താങ്കളുടെ കൂടെയുണ്ട്. കർത്താവ് ഒരു നാളും വചനം ശ്രവിക്കുന്ന താങ്കളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ ആശ്വാസം നമ്മുടെ ദൈവം മാത്രമാണ്. 62-ാം സങ്കീർത്തന പുസ്തകം 1-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. വചനം ശ്രവിക്കുന്ന താങ്കൾക്കായി കരുതുന്ന ദൈവമുണ്ട്. ഭാരപ്പെടാതെ കർത്താവിൻ്റെ മുഖത്ത് നോക്കുക. ആരൊക്കെ കൈവിട്ടാലും കർത്താവ് കൈവിടത്തില്ല. വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടു കൂടെ ദൈവമുഖത്ത് നോക്കിയാൽ അടയപ്പെട്ട വാതിലുകളെ ദൈവം തുറക്കുവാനിടയാകും. വാഗ്ദത്തങ്ങളെ ദൈവം പൂർത്തീകരിക്കാനിടയാകും. ആരൊക്കെ വഴിമാറിപ്പോയാലും
ആരൊക്കെ കാണാതെ പോയിക്കഴിഞ്ഞാലും കർത്താവ് നമ്മെ കാണും. കാരണം നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുള്ളതിനാൽ നാം ബലത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ചലിക്കുക. ഈ നാളുകളിൽ പുതിയ ചില വഴികൾ കർത്താവ് തുറന്നു നൽകുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി നമ്മെ ഏൽപ്പിക്കാം. വചനം ശ്രമിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് താങ്കളുടെ സ്ഥിതിയെ ദൈവം മാറ്റും. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.